പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എപ്പിഫനിയുടെ 25-ാമത്തെ ദിവസത്തിലേക്ക്, ക്രിസ്മസ് ദിനത്തിലേക്ക് എല്ലാവരെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ 24 ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ യാത്രയുടെ ഏറ്റവും ഒടുവിലത്തെ ബിന്ദുവിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അനുഗ്രഹീതമായ ഒരു യാത്രയായിരുന്നു. നിങ്ങൾ തീഷ്ണതയോടുകൂടി ഇതിൽ സംബന്ധിച്ചു. അനേകായിരങ്ങളുടെ നല്ല പ്രതികരണങ്ങൾ കാണാനിടയായി. അനേകർ ഇതിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് എന്നോട് നേരിട്ട് പറഞ്ഞു. അതിൽ ബിഷപ്സ് ഉണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, അൽമായരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമുക്ക് ഒരുമിച്ച് ഇപ്രകാരം ഒരു യാത്ര നടത്താൻ 2025 ദൈവം സഹായിച്ചതിന് ഞാൻ കർത്താവിന് എല്ലാ മഹത്വവും സ്തുതിയും ആരാധനയും നിങ്ങളോടൊപ്പം സമർപ്പിക്കുന്നു. ഇന്നത്തെ വചന വായനയ്ക്കായിട്ട് ഞാൻ ഒരു വാക്യമാണ് തിരഞ്ഞെടുക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. അവർ ഭവനത്തിൽ പ്രവേശിച്ച് ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടെ കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്നും കുന്തിരുക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്മസ് ദിവസമാണ്. നിങ്ങളിൽ പലരും ദേവാലയത്തിൽ പോയിട്ടുണ്ടാവും ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് വെളുപ്പിനെ. ചില ആളുകൾ ഇന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ ഇന്ന് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ തീരുമാനിച്ചിരിപ്പുണ്ടാവും. നിങ്ങൾ ദേവാലയത്തിൽ പോയി കർത്താവിന് ആരാധന സമർപ്പിച്ചാലും ഇനി പോയിട്ടില്ലെങ്കിലും ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ദൗത്യമായി നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ഇന്ന് യേശുവിനെ ആട്ടിടയന്മാർ ആരാധിച്ചതുപോലെ, അതുപോലെ ജ്ഞാനികൾ ആരാധിച്ചതുപോലെ യേശുവിനെ നമുക്ക് ഇന്ന് അല്പസമയം ശാന്തമായിരുന്ന് ആരാധിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. ആരാധിക്കുക എന്ന് ഞാൻ പറയുമ്പോൾ കർത്താവ് എന്ന ദാനത്തെ വിലമതിക്കുക. റോമാലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? പുത്രനെ പോലും ഒഴിവാക്കാതെ. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഓർക്കണം, എപ്പോഴും നമ്മൾ ചിന്തിക്കണം, പറയണം, എനിക്ക് ഈ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ ഗിഫ്റ്റ്, ഏറ്റവും വലിയ ബ്ലെസ്സിങ്, ഏറ്റവും വലിയ അനുഗ്രഹം ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളല്ല, ദൈവപുത്രനായ യേശുവാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം. ഗിഫ്റ്റ്സ് ആൻഡ് ഗ്രേസസ് ആൻഡ് ബ്ലെസ്സിങ്സ് ഫ്രം ജീസസ് അല്ല, ദ ഗിഫ്റ്റ് ഓഫ് ജീസസ്, ദ ബ്ലെസ്സിങ് ദാറ്റ് ഈസ് ജീസസ്, ദ ഗ്രേസ് ദാറ്റ് ഈസ് ജീസസ്. യേശു എന്ന അനുഗ്രഹം, യേശു എന്ന ദാനം, യേശു എന്ന കൃപ, യേശു എന്ന ആ നന്മ, ആ നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് നമ്മളിങ്ങനെ പിതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ആബാ പിതാവേ, യേശുവിനെ തന്നതിന് നന്ദി പറയുന്നു. യേശുവിലൂടെ തന്ന അനുഗ്രഹങ്ങൾക്ക് അല്ല ഇന്ന് ഞാൻ നന്ദി പറയുന്നത്, എനിക്ക് നീ യേശുവിനെ തന്നതിന് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ നമ്മൾ യേശുവിൻ്റെ സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരെന്ന നിലയിൽ നമുക്ക് ലഭിച്ച മഹാഭാഗ്യം എന്താണെന്ന് തിരിച്ചറിയാൻ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ, കണ്ണുകൾ കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഹൃദയം സങ്കല്പിച്ചിട്ടില്ല. അത്രയും അത്യുന്നതമായൊരു ദാനമാണ് യേശു എന്ന ദാനം. ആ ദാനത്തെ വിലമതിക്കാൻ അല്പസമയം മാറിയിരുന്ന് കർത്താവിന് നന്ദി പറയണം. ആബാ പിതാവേ, എനിക്ക് ഈശോയെ തന്നതിന്, ഈശോയിലൂടെ എന്നെ രക്ഷിച്ചതിന്, ഈശോയിലൂടെ എന്നെ നിത്യതയിലെത്തിക്കുന്നതിന്, ഈശോയിലൂടെ സമൃദ്ധവും സമ്പന്നവുമായ സ്നേഹം നിറഞ്ഞൊരു ജീവിതം നയിക്കാൻ എന്നെ സഹായിക്കുന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അതാണ് ഇന്നത്തെ ചിന്ത. ഞാൻ ഈ ദിവസം കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം, ആശീർവാദത്തിന് ശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളെ അറിയിക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആദ്യന്തം ഈ വീഡിയോ ശ്രദ്ധിക്കണം എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഞാൻ ഈ പ്രാർത്ഥനയിൽ ഓർക്കുകയാണ്. സത്യസന്ധമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വചനം സംസാരിക്കുകയായിരുന്നില്ല, ഞാനും നിങ്ങളോടൊപ്പം ഒരുങ്ങുകയായിരുന്നു. നമ്മൾ ഒരുമിച്ച് 25 ദിവസം കർത്താവിൻ്റെ പിറവി തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയായിരുന്നു. ആ ഒരു ഭാഗ്യം എനിക്ക് തന്നത് നിങ്ങളാണ്. നിങ്ങളിത് ശ്രദ്ധിക്കുകയും നിങ്ങൾ ഈ വാക്കുകളൊക്കെ
വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും നോട്ടുകൾ എഴുതുകയും വീണ്ടും വീണ്ടും അത് കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു ഔദാര്യത്തിലും സന്മനസ്സിലുമാണ് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് ഇടയായത്. ഞാനതിന് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം നിങ്ങളെ ഓരോരുത്തരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ശാരീരികമായി ഞാൻ വിദൂരസ്ഥനാണെങ്കിലും ആത്മാവിൽ നിങ്ങളോടെല്ലാം ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ നിമിഷം നമ്മളൊരു കൂട്ടായ്മയായി നിന്ന് നിങ്ങൾക്ക് മുൻപിൽ നിന്ന് ഞാൻ ഒരു നിയോഗം കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഈ ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയ്ക്ക് മുമ്പിലേക്ക് സമർപ്പിക്കാം. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സമർപ്പിക്കാം. 2026 ഇതൊക്കെ ഒരു നമ്പറും ഒരു കണക്കും ഒക്കെ മാത്രമാണ്. ദിവസങ്ങളും നിമിഷങ്ങളും ഒക്കെ എല്ലാം പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ്. നമ്മൾ 2026 എന്ന് പറയുന്നത് നമുക്ക് കുറേ കൂടി ഗൗരവമായിട്ട് ജീവിതത്തെ കാണാൻ ഒരു കണക്കും ഒരു നമ്പറും എന്നൊക്കെ കണ്ടാൽ മതി. അപ്പോൾ 2026 കടക്കുമ്പോൾ അടുത്ത ഒരു 365 ദിവസം നമ്മുടെ മുൻപിൽ ഒരു വലിയ അവസരമായിട്ട് നിൽപ്പുണ്ട്. നന്നായിട്ട് ജീവിക്കാൻ, കഴിഞ്ഞ കാലങ്ങളിൽ വന്ന തെറ്റുകൾ തിരുത്താൻ, ജീവിതത്തിലെടുത്ത പ്രതിജ്ഞകളൊക്കെ പാലിക്കാൻ, കുറേ കൂടി സ്നേഹത്തോടെ നമ്മുടെ പരിസരങ്ങളിൽ വ്യാപരിക്കാൻ, കുറേ കൂടിയൊക്കെ നന്മ നിറഞ്ഞ കണ്ണുകളോടെ ലോകത്തെ നോക്കിക്കാണാൻ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ അപക്വത കൊണ്ട് വന്ന ഒത്തിരി തെറ്റുകളുണ്ട്, അതൊക്കെ തിരുത്താൻ ഒക്കെ ദൈവം തരുന്ന ഒരവസരമായിട്ട് കാണാൻ ഈ ഒരു വർഷം സഹായിക്കുന്ന വിധത്തിൽ നമുക്ക് കർത്താവിനോട് അവിടുത്തെ കരുണ അപേക്ഷിക്കാം. ആവാ പിതാവേ, നല്ല ദൈവമേ കർത്താവേ, ഈ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഒരു കൂട്ടായ്മയിൽ ശുശ്രൂഷയിൽ കർത്താവേ, ഇവരെ ഒരുമിച്ച് കൊണ്ടുവന്നതിന്, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ സഹായിച്ചതിന് നന്ദി പറയുന്നു. എപ്പിഫനി എന്ന പേരിൽ ഒരു ശുശ്രൂഷ എല്ലാ ദിവസവും ആരംഭിച്ച് 25 ദിവസങ്ങൾ ഒരുങ്ങാൻ അങ്ങ് പരിശുദ്ധാത്മാവിലൂടെ തന്ന പ്രേരണയ്ക്ക് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നല്ല കർത്താവേ, അവിടുന്ന് ഓൺലൈനിലൂടെ ഇപ്രകാരം നിർവഹിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കും അങ്ങ് തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. അനേകായിരങ്ങളെ വചനം കൊണ്ട് ശക്തിപ്പെടുത്തുന്ന എല്ലാ പ്രിയപ്പെട്ട സഹശുശ്രൂഷകരെയും എല്ലാ പ്രിയ വൈദികരെയും സന്യസ്തരെയും ഞങ്ങൾ അൽമായ സഹോദരങ്ങളെല്ലാം ഓർത്ത് അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവ്, ഈ നിമിഷം ഈ എപ്പിഫനിയിൽ സംബന്ധിച്ച ഈ മക്കൾക്ക് വേണ്ടിയും ഇവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെയും കർത്താവെ, ഇനിയും ദൈവരാജ്യത്തിൻ്റെ ക്ഷണം സ്വീകരിക്കാതെ അതിനെ പുറത്തു നിൽക്കുന്നവരെയും കർത്താവ് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ല കർത്താവെ ദൈവമേ, ഇപ്പോൾ ഈ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ദാമ്പത്യങ്ങൾ ശക്തിപ്പെടണമേ കർത്താവെ, ഇവരുടെ ദാമ്പത്യങ്ങളെ ഉറപ്പിക്കണമേ. ഏതെങ്കിലും ശൈഥില്യമോ ഭിന്നതയോ കലഹമോ അഭിപ്രായ വ്യത്യാസമോ മനസ്സിൻ്റെ അകലമോ കർത്താവെ ദമ്പതികൾക്കിടയിൽ രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ കർത്താവെ, തിരുക്കുടുംബത്തിൻ്റെ മുഴുവൻ കൃപകളും അവരിലേക്ക് ഒഴുകത്തക്ക വിധം ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിവാഹമോചനത്തിന് കാത്തു നിൽക്കുന്ന കുടുംബങ്ങളെ വീണ്ടും ഐക്യത്തിലേക്ക് തിരിച്ചു വിളിക്കണമേ. കർത്താവെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. യുവതി യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ. അവരെ മാനസാന്തരത്തിലേക്ക് വിളിക്കണമേ. മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കന്മാരുടെ വേദനകളെല്ലാം നല്ല കർത്താവെ, ഈ ക്രിസ്മസിൽ അവിടുന്ന് കൃപ കൊടുത്ത് അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. മദ്യപാനികളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, മയക്കുമരുന്ന് അടിമകളായവരെ സമർപ്പിക്കുന്നു. ദുശീലങ്ങൾക്ക് ഇരകളായവരെ കർത്താവെ, ഓൺലൈൻ സൈറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ, പോൺ സൈറ്റുകളുടെ അടിമകളായവരെ കർത്താവായ ദൈവമേ, പല വിധത്തിലുള്ള ലൈംഗികമായ പാവങ്ങളിലേക്ക് നയിക്കുന്ന സൈറ്റുകളിലൂടെ ബന്ധങ്ങൾ സ്ഥാപിച്ച് കർത്താവെ പ്രോസ്റ്റിറ്റ്യൂഷൻ വരെ എത്തി ദൈവമായ കർത്താവെ, പല വിധത്തിലുള്ള കെണികളിലകപ്പെട്ട് കുടുംബങ്ങൾ തകർന്ന് വ്യക്തിജീവിതം നശിച്ച് പ്രാർത്ഥന നശിച്ച് കർത്താവെ അതിൻ്റെ അടിമത്തത്തിൽ കിടക്കുന്നവരെ ഈ ദിവസം പ്രത്യേകം സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവെ, നിരീശ്വരവാദത്താൽ ആകർഷിക്കപ്പെടുന്നവരെ സമർപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങളിലേക്ക് കെട്ടിയിടപ്പെട്ടവരെ സമർപ്പിക്കുന്നു. അവിശ്വാസത്തിലേക്ക് വഴുതിപ്പോയവരെ സമർപ്പിക്കുന്നു. കർത്താവെ, ക്രിസ്മസിൽ അവരിലേക്കെല്ലാം കൃപയൊഴുകണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ കുറേ കൂടി ഉറപ്പിക്കണമേ. പ്രത്യേകിച്ച് കർത്താവെ, മദ്യത്തോട് നോ പറയാൻ, മദ്യം വേണ്ടാന്ന് വെക്കാൻ, കർത്താവെ, ലഹരി ഒരു രൂപത്തിലും കർത്താവെ ലഹരി ആസ്വദിക്കുന്നവരായി മാറാതിരിക്കാൻ, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ മദ്യം ഉപയോഗിക്കാതെ കർത്താവെ, ലഹരി ഒരളവിലും ഉപയോഗിച്ച് മലിനരാവാതെ വിശുദ്ധിയിൽ ക്രിസ്മസ് ആഘോഷിക്കാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായ മക്കളെ സമർപ്പിക്കുന്നു. മാരക രോഗത്താൽ കർത്താവെ, പാരമ്പര്യ രോഗങ്ങളിൽ, മാറാരോഗങ്ങളിൽ, ആശുപത്രി എഴുതിത്തള്ളിയ അവസ്ഥകളിൽ കർത്താവ് ഇനി ഒരു വഴിയില്ല എന്നോർത്ത് നിരാശപ്പെട്ട് കഴിയുന്ന മക്കളെ ഇന്ന് സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അത്ഭുത നാമം അവരിൽ സൗഖ്യമായിട്ട് മാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് തകർന്നവരെ, ഡിപ്രഷന് അടിമകളായവരെ, മാനസിക രോഗികളെ
കർത്താവെ, മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നവരെ കർത്താവെ സമർപ്പിക്കുന്നു. സംശയ രോഗികളെ സമർപ്പിക്കുന്നു. കർത്താവെ, പല വിധത്തിലെ സ്വഭാവ വൈകൃതങ്ങളുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ദേശത്തെ, നാടിനെ, രാജ്യത്തെ സമർപ്പിക്കുന്നു. കർത്താവെ, ഭൂഖണ്ഡങ്ങളെ മുഴുവൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പ്രിയമക്കൾ ജീവിക്കുന്ന എല്ലാ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. അവിടെയെല്ലാം ഉരുണ്ടുകൂടുന്ന അസ്വസ്ഥതകളെ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഹൃദയങ്ങളിൽ ഇന്ന് ആ ദിവ്യ നക്ഷത്രം ഉദയം ചെയ്യാനും ഉന്നതത്തിൽ നിന്നുള്ള ഉദയരശ്മി ഞങ്ങളെ സന്ദർശിക്കുന്ന ഈ ആഘോഷത്തിൻ്റെ ദിവസം കർത്താവെ, ഞങ്ങളെ കൂടുതൽ അങ്ങയോട് സ്നേഹമുള്ളവരാക്കി മാറ്റണമേ എന്നും പ്രാർത്ഥിക്കുന്നു. 2026 ഈ മക്കൾക്കെല്ലാം കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. ഇവരെ അവിടുന്ന് കൂടുതൽ ആരോഗ്യത്തിലും കൃപയിലും കാത്തുകൊള്ളണമേ. അനർത്ഥങ്ങൾ, ആപത്തുകൾ, അപകടങ്ങൾ, രോഗങ്ങളിൽ നിന്നെല്ലാം കർത്താവിൻ്റെ മക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. കുഞ്ഞുങ്ങളില്ലാത്തവരെ പ്രത്യേകം ഈ ദിവസം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉദരത്തെ, ഗർഭപാത്രത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളെ, തലമുറകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സന്താന ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാത്തവരുടെ വിവാഹം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവരുടെ ജോലി മേഖല തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ മരവിപ്പ് കഴിയുന്നവർ കർത്താവെ ഈ സമയത്ത് ഒരു ഉണർവുള്ളവരായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹൃദയങ്ങൾ മടുത്തുപോയവർ ഈ സമയത്ത് തീക്ഷ്ണതയുള്ളവരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോയവർ ദൈവസ്നേഹത്തിൽ മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വൈദികർ കൂടുതൽ അഭിഷേകം ചെയ്യപ്പെടട്ടെ. സന്യസ്തർ അഭിഷേകം ചെയ്യപ്പെടട്ടെ. കർത്താവെ, ഞങ്ങളെ പ്രിയപ്പെട്ട സഭ അനുഗ്രഹീതമായി കുറെ കൂടി മെച്ചപ്പെട്ടൊരു അഭിഷേകത്തിലേക്ക് വളരട്ടെ എന്ന് പ്രാർത്ഥിക്കേണ്ട പിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രിയ വൈദികർക്ക് വേണ്ടി, സന്യസ്തർക്ക് വേണ്ടി, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഈ സമയത്ത് കർത്താവെ നിൻ്റെ കരുണ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ ഞങ്ങളെ കർത്താവെ, ഈ ശുശ്രൂഷ അനേകരിലേക്ക് എത്താൻ സഹായിച്ച ഞങ്ങളുടെ ടീം അംഗങ്ങളെ മുഴുവൻ കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെ, അവരുടെ കുടുംബങ്ങളെയും പ്രത്യേക ഈ ദിവസം അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, ഞങ്ങൾക്ക് നീ തന്ന ഏറ്റവും വലിയ ദാനമായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ഈ ചെറുപ്പത്തിൽ ഒക്കെ ഒത്തിരി കേട്ടിട്ടുള്ള ഒരു പാട്ടുണ്ട്. ഞാൻ പാട്ടുകാരനല്ലെങ്കിലും എനിക്ക് പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ടാണത്. അതിങ്ങനെയാണ്: ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ നിന്നൂടെ ഛായയിൽ സൃഷ്ടിച്ചു, നിത്യമായി സ്നേഹിച്ചെന്നെ നിന്റെ പുത്രനെ തന്നു രക്ഷിച്ചു നീ. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. നിൻ മഹാകൃപയ്ക്കായി നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും. മനോഹരമായ പാട്ടാണ്. ഞാൻ പാടിയതുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. അത് ഒത്തിരി ആഴത്തിൽ ഹൃദയത്തിൽ കയറിപ്പോയ പാട്ടുകളിലൊന്നാണിത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് നിൻ്റെ ഛായ തന്ന് പുത്രനെ തന്ന് രക്ഷിച്ചു. കർത്താവേ, ആ കൃപയ്ക്ക് ഇന്ന് ഞങ്ങൾ ഒത്തിരി നന്ദിയോടെ അങ്ങയുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ 2025 ക്രിസ്മസിന് കർത്താവെ, ഞങ്ങൾ അങ്ങയോട് ഒരുപാട് നന്ദിയോടെ, ഒരുപാട് സ്നേഹത്തോടെ ഈശോയെ പ്രതി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, എപ്പിഫനി ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെ അറിയിക്കാനുള്ളത്, ഞാൻ 2026 ജനുവരി മാസം 1-ാം തീയതി മുതൽ വെളിപാട് പുസ്തകത്തിൻ്റെ വ്യാഖ്യാനം തുടങ്ങുകയാണ്. അത് അനേക കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. അത് കുറെ കൂടി ഗൗരവതരമായ പഠനം ആവശ്യമായിരുന്നതുകൊണ്ട് ഞാനത് അല്പം താമസിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. എന്നാലും കർത്താവിൻ്റെ കൃപയിൽ അത് ആരംഭിക്കാനൊരു കൃപ കിട്ടുകയാണ്. അപ്പോൾ അത് നമ്മൾ 2 രീതിയിലാണ് അത് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നത്. യൂട്യൂബിൽ അത് ഉണ്ടാവും. ഒരു 4 ദിവസത്തെ ഇടവേളയിലായിരിക്കും അത് സംപ്രേഷണം ചെയ്യപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ജനുവരി മാസം 1-ാം തീയതി ഒരു എപ്പിസോഡ് വരും. അത് കഴിഞ്ഞാൽ പിന്നീട് ജനുവരി മാസം 4-ാം തീയതി, അത് ജനുവരി 1 ഒരു വ്യാഴമാണ്. വ്യാഴം കഴിഞ്ഞാൽ പിന്നെ അടുത്ത തിങ്കൾ, പിന്നെ അടുത്ത വ്യാഴം, പിന്നെ അടുത്ത തിങ്കൾ, അങ്ങനെയായിരിക്കും ആ എപ്പിസോഡുകൾ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് 2 സാധ്യതകളാണുള്ളത്. ഒന്ന്, യൂട്യൂബിലൂടെ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം. എന്നാൽ നമ്മൾ കുറെ കൂടി മെച്ചപ്പെട്ടൊരു പഠനത്തിന് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അതിൻ്റെ പേരാണ് എൻകൗണ്ടർ ബൈബിൾ എന്ന ആപ്ലിക്കേഷൻ. എൻകൗണ്ടർ ബൈബിൾ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിലും, നിങ്ങളുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ പ്ലേ സ്റ്റോറിലോ,
നിങ്ങൾ ഐഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് എൻകൗണ്ടർ ബൈബിൾ എന്ന് സെർച്ച് ചെയ്താൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ലോഗിൻ ചെയ്യണം. നിങ്ങൾക്ക് അതിലെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യണം. ഒന്നുകിൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി വെച്ച് അതിൽ പ്രവേശിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി അതിലേക്ക് കയറാം. അങ്ങനെയുള്ള ഓപ്ഷൻസ് കയറുന്ന പേജിൽ തന്നെ കാണാൻ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നീട് ബൈബിൾ സ്റ്റഡികൾ, മുൻകാലങ്ങളിൽ പഠിപ്പിച്ചിട്ടുള്ള ബൈബിൾ സ്റ്റഡികളൊക്കെ അതിൽ ലഭ്യമാകും. ബൈബിൾ അതിൽ നിന്ന് വായിക്കാൻ കഴിയും. നിങ്ങൾക്കതിൽ നോട്ടുകൾ എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങൾ, ഞാൻ ആ എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പിന്നീട് ഒരിക്കൽ നൽകാം. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഇത് കൊണ്ടുവരുന്നത് ഇന്ന് 25-ആണ്. 28-ാം തീയതി ആകുമ്പോഴേക്കും ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 28-ന് ഈ എൻകൗണ്ടർ ബൈബിളിന് ഒരു പുതിയ അപ്ഡേറ്റ് വരും. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് വരും. ആ അപ്ഡേറ്റ് നിങ്ങൾ ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റുകളിലേക്ക് ഈ അപ്ഡേഷൻ വഴി നിങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ബൈബിൾ കൂടുതൽ വ്യക്തതയോടെ പഠിക്കാൻ നിങ്ങളെ ഈ ആപ്ലിക്കേഷൻ സഹായിക്കും. യൂട്യൂബിൽ കാണുമ്പോൾ ഉള്ള ചില പോരായ്മകളുണ്ട്, അത് ഞാൻ പറയാം. ഒന്നാമത്തെ പോരായ്മ, നിങ്ങൾ ഇപ്പോൾ ഉദാഹരണം എപ്പിഫനി 25 ദിവസമുണ്ട്. നിങ്ങളൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ കുറച്ച് 3-4 ദിവസം വിട്ടുപോയി. ഇനി നിങ്ങൾ 6-ാമത്തെ ദിവസത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് അത് 6-ാമത്തെ ദിവസം, ചിലപ്പോൾ അത് നിങ്ങൾ എത്രാമത്തെ ദിവസമാണെന്ന് മറന്നുപോയി. അപ്പോൾ അതാകെ ആശയക്കുഴപ്പമാവും. ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ ഈ കാര്യങ്ങൾ പഠിച്ചാലുള്ള ഗുണം, നിങ്ങൾ എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. നിങ്ങൾ ആപ്ലിക്കേഷൻ തുറന്ന് നിങ്ങൾ ഉദാഹരണത്തിന് എപ്പിഫനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ എപ്പിഫനിയിലേക്ക് കയറുമ്പോൾ എവിടെയാണോ നിങ്ങൾ അവസാനം കൊണ്ട് നിർത്തിയത്, എവിടം വരെയാണ് കേട്ടത്, അവിടെ നിന്ന് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. മാത്രമല്ല അവിടെ തന്നെ നിങ്ങൾക്ക് യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾക്ക് ഒപ്പം തന്നെ ബൈബിളും വായിക്കാൻ പറ്റില്ല. നിങ്ങൾക്കിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ തന്നെ ബൈബിൾ വാക്യങ്ങൾ പറയുന്നതൊക്കെ വായിക്കാനും ശ്രദ്ധിക്കാനും പറ്റും. മൂന്നാമത്തേത്, നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങൾക്ക് നോട്ടുകൾ എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കൊരു കാര്യം വരുന്നു, അപ്പോൾ നിങ്ങൾക്ക് ആ ഓഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഒരു നോട്ട് അവിടെ നിങ്ങളുടെ മനസ്സിലൊരു കാര്യം സ്ട്രൈക്ക് ചെയ്തു, അതൊന്ന് എഴുതി വെക്കാൻ പറ്റും. ഇങ്ങനെ ഇതാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടും എന്നുള്ളതാണ് ഈ സ്റ്റഡി ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അതുകൊണ്ട് നമ്മുടെ ആളുകൾ അത്തരം ഒരു കൾച്ചറിലേക്ക് പതുക്കെ കയറി വരുന്നതേ ഉള്ളൂ. എന്നാൽ വിദേശത്തൊക്കെയുള്ള ഒത്തിരി ആളുകൾ ഈ ആപ്ലിക്കേഷൻസ് വഴി ബൈബിൾ സ്റ്റഡിയിൽ ഒത്തിരി മുന്നോട്ട് പോയവരാണ്. നമ്മുടെ ആളുകൾ ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സങ്കേതത്തെ മാത്രം ആശ്രയിച്ചാണ് മിക്കവരും മുന്നോട്ട് പോകുന്നത്. എന്നാൽ അടുത്ത ഒരു സ്റ്റേജിൽ നമുക്കറിയില്ല, നാളെ ഒരു കാലത്ത് യൂട്യൂബ് ചിലപ്പോൾ അതിൻ്റെ പോളിസികൾ മാറ്റിയാൽ, ചിലപ്പോൾ നമുക്ക് ഇത്തരം സാധ്യതകൾ ഇല്ലാതായാലും നമ്മുടെ ഓൺ കണ്ടൻ്റ് എല്ലാം ഈ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി പഠിക്കാൻ ഒന്ന് പരിശീലിച്ചാൽ ബൈബിൾ റെവലേഷൻ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് വെളിപാട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ആപ്ലിക്കേഷൻ വഴി പഠിച്ചാൽ ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഓരോ കോഴ്സിൻ്റെയും ഒടുവിൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടാനും അതുപോലെ തന്നെ ഗ്രൂപ്പ് ബൈബിൾ സ്റ്റഡിക്കുള്ള സാഹചര്യം എല്ലാം നമ്മൾ ഇതിനകത്ത് ഉൾച്ചേർത്ത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പരമാവധി ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇതിന് വേറെ മറ്റ് പേയ്മെൻറ്റുകളൊന്നുമില്ല, നിങ്ങൾ പൈസയൊന്നും കൊടുക്കേണ്ടതില്ല, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒത്തിരി പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ അത് ഈ ക്രിസ്മസിന് ഇന്ന് അവധിയെ കിട്ടുന്ന ദിവസം അതൊക്കെ ഇരുന്നിരുന്ന് ചെയ്യുക. എന്നിട്ട് 28-ാം തീയതി ഈ ആപ്ലിക്കേഷൻ്റെ അപ്ഡേറ്റ് വരും. അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പുതിയ UI, അതിൻ്റെ പുതിയ രൂപം അതിലേക്ക് എത്തുന്നത്. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും കുറേ കൂടി നന്നായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത്. അതുപോലെ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ, വിശദമായ ഉത്തരങ്ങൾ ഓരോ വാക്യത്തെക്കുറിച്ചുമുള്ളതെല്ലാം ആ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഗോസ്പൽ ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ. അങ്ങനെ ഒരുപാട് സാധ്യതകളുണ്ട് ഈ ആപ്ലിക്കേഷൻ വഴി ബൈബിൾ പഠിച്ചാൽ. അതുകൊണ്ട് നമ്മൾ നേരത്തെ ഉൽപ്പത്തി മുതൽ പഠിപ്പിച്ച ആ ബൈബിൾ പഠനങ്ങളും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഒരിക്കൽ കൂടി കൃത്യമായിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ എൻകൗണ്ടർ ബൈബിൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ നല്ല ഒരു ക്രിസ്മസ്. ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെയും സ്നേഹവും സന്തോഷവും അവരോട് പങ്കുവെക്കുക. ഞാൻ അവരെല്ലാം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. നിങ്ങളുടെ അതിഥികളൊക്കെ വരുമ്പോഴോ നിങ്ങൾ ആരെങ്കിലും കാണാൻ പോകുമ്പോഴോ ഒക്കെ എൻ്റെ പ്രാർത്ഥന കൂടി അവരെ അറിയിക്കുക. എല്ലാവരിലേക്കും ക്രിസ്തു കുറേ കൂടി സമൃദ്ധമായി അവിടുത്തെ സ്നേഹത്തിൽ പെയ്തിറങ്ങട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എപ്പിഫനി പൂർണ്ണമാകുന്നു.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുന്നത് വരെ ഞാൻ ഡാനിയലച്ചൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഡാനിയലച്ചൻ. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എൻകൗണ്ടർ ബൈബിൾ സ്റ്റഡി.